വിത്ത് യുവർ ഹാൻഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കസൂത്തി എംബ്രോയിഡറിയുടെ ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. കസൂത്തി എംബ്രോയിഡറി കർണാടകയുടെ ഒരു ട്രഡീഷണൽ എംബ്രോയിഡറി രീതിയാണ്. കസൂത്തിയിൽ നമ്മൾ 4 തരം സ്റ്റിച്ചുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ 4 സ്റ്റിച്ചുകളാണ് നമ്മൾ കസൂത്തി വർക്കിന് വേണ്ടിയിട്ട് അത് ഫില്ല് ചെയ്യാനും മറ്റും ഉപയോഗിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ 4 സ്റ്റിച്ചുകൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിനുശേഷം പലതരത്തിലുള്ള ഡിസൈനുകൾ ചെയ്യുന്നത് നോക്കാം. ഇതുപോലെയുള്ള മാറ്റി ക്ലോത്തിൽ ക്രോസ് സ്റ്റിച്ചൊക്കെ ചെയ്യുന്നത് പോലെ കളങ്ങൾ എണ്ണിക്കൊണ്ട് ചെയ്യുന്നൊരു എംബ്രോയിഡറി രീതിയാണ് ഈ കസൂത്തി വർക്ക്. അത് നമുക്കിപ്പോൾ സാരിയിലും ഡ്രസ്സിലൊക്കെ തയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഡിസൈൻ അതുപോലെ തന്നെ വരച്ചെടുത്തിട്ട് ഗ്രാഫ് പേപ്പറിലും മറ്റും വരച്ചുണ്ടാക്കിയിട്ട് അത് ട്രേസ് ചെയ്ത് നമുക്ക് സാരിയിലൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഈ സ്റ്റിച്ചുകൾ ചെയ്ത് കാണിക്കുന്നത് ഇതുപോലെയുള്ള മാറ്റി ക്ലോത്തിലാണ്. അതിനുശേഷം സാധാരണ തുണിയിൽ എങ്ങനെ ഡിസൈൻ നല്ല നീറ്റായിട്ട് വരച്ച് തയ്ക്കാൻ പറ്റുമെന്ന് അടുത്ത വീഡിയോയിൽ നോക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ ഈ 4 സ്റ്റിച്ചുകൾ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ പറഞ്ഞ പോലെ 4 സ്റ്റിച്ചുകളാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. അതിൽ ആദ്യത്തെ സ്റ്റിച്ചാണ് ഗവന്തി സ്റ്റിച്ച്, അതായത് ഡബിൾ റണ്ണിങ് സ്റ്റിച്ചാണത്. അതിനെ കസൂത്തിയിൽ ഗവന്തി സ്റ്റിച്ച് എന്ന് പറയും. രണ്ടാമത്തെ സ്റ്റിച്ചാണ് മുർഗി സ്റ്റിച്ച്, സിക്സാക് റണ്ണിങ് സ്റ്റിച്ചാണത്. മൂന്നാമത്തേത് മെന്തി സ്റ്റിച്ച്. ഇത് ക്രോസ് സ്റ്റിച്ചാണ്, നമ്മൾ സാധാരണ ചെയ്യുന്ന ക്രോസ് സ്റ്റിച്ച് തന്നെയാണത്. പിന്നെ നാലാമത് വരുന്നതാണ് നെഗി സ്റ്റിച്ച്. വീവിങ് സ്റ്റിച്ച് അല്ലെങ്കിൽ ഡാണിങ് സ്റ്റിച്ചാണ് ഇതിന് ഉപയോഗിക്കുന്നത്. അതിങ്ങനെ ഹൊറിസോണ്ടൽ ലൈൻസ് മാത്രമായിരിക്കും അതിൻ്റെ ഫില്ലിങ്ങിന് വരുന്നത്. ഈ 4 സ്റ്റിച്ചുകളും കസൂത്തിയിൽ ട്രഡീഷണൽ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഓരോന്നും ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സാധാരണ തുണിയിലൊക്കെ കസൂത്തി വർക്ക് ചെയ്യുമ്പം 2 അല്ലെങ്കിൽ 3 സ്ട്രാൻഡ്സ് നൂല് മാത്രം എടുത്താൽ മതി. അതാണ് അതിൻ്റെ ഭംഗി. ഒരുപാട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു വർക്കല്ലിത്. ക്ലോത്തിനോട് ഇങ്ങനെ പറ്റിച്ചേർന്ന് നിൽക്കുന്ന ഒരു പ്രിൻ്റ് പോലെ തോന്നുന്ന പോലത്തെ ഒരു സ്റ്റിച്ചാണ് കസൂത്തി വർക്ക്. ഞാൻ പക്ഷേ ഇവിടെ ഈ മാറ്റി ക്ലോത്തിൽ ചെയ്ത് കാണിക്കുന്നതുകൊണ്ട് 6 സ്ട്രാൻഡ്സ് എടുക്കുകയാണ്. പക്ഷേ സാധാരണ തുണിയിൽ എപ്പോഴും 2 അല്ലെങ്കിൽ 3 അതിൽ കൂടുതൽ ത്രെഡ് എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. നമുക്ക് ആദ്യം ഈ ഗവന്തി സ്റ്റിച്ച് അല്ലെങ്കിൽ ഡബിൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഞാൻ ഇവിടുന്ന് ഒരറ്റത്തുനിന്ന് നീഡിൽ കുത്തിയെടുക്കുകയാണ്. നമ്മൾ സാധാരണ റണ്ണിങ് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇത് ഓരോ കോളം ഇടപെട്ടേ എടുക്കുന്നുള്ളൂ. ഓരോ കോളത്തിലാണ് തയ്ക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ വലിയ സ്റ്റിച്ച് വരണമെങ്കിൽ 2 എണ്ണം വെച്ച് ചെയ്യാം. ചെറുതാണ് എപ്പോഴും ഭംഗി വരുന്നത്. ഇങ്ങനെ സാധാ റണ്ണിങ് സ്റ്റിച്ച് ഇങ്ങനെ അങ്ങ് കുത്തിയെടുത്താൽ മതി. ഒരു തവണ റണ്ണിങ് ചെയ്തതിന് ശേഷം ഇതിന് ഈ ഇടയിലുള്ള ഗ്യാപ്പിലൂടെ വീണ്ടും അടുത്ത റണ്ണിങ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് ഡബിൾ റണ്ണിങ് സ്റ്റിച്ച് വരുന്നത്. ഞാനിവിടെ 2 ഷെയ്ഡാണ് എടുക്കുന്നത്. പെട്ടെന്ന് അത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ 2 ഷെയ്ഡ് എടുക്കുന്നത്. ഒരു ഷെയ്ഡായാലും എടുത്താൽ മതി. അപ്പം നമ്മൾ ഇനി എടുക്കുന്നത്, ഇപ്പോൾ ആദ്യം ഇവിടെ കുത്തി ഇങ്ങോട്ട് എടുത്തു. ഇനി നമുക്ക് ഇവിടെ കുത്തിയിട്ട് ഇങ്ങനെയാണ് പോകേണ്ടത്. അപ്പോൾ ഇവിടെ നിന്നാണ് മുകളിലേക്ക് എടുക്കുന്നത്. ഇവിടെ കുത്തി മുകളിലെടുത്തു. എന്നിട്ടിനി ഇങ്ങനെയാണ് തയ്ച്ച് പോകേണ്ടത്. ഇങ്ങനെ ഈ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ അടിയിലും മുകളിലും ഒരുപോലെയാണ് വരുന്നത്. 2 ഷെയ്ഡ് എടുത്തിരിക്കുന്നതുകൊണ്ട് ഓൾട്ടർനേറ്റ് ആയിട്ട് ഇങ്ങനെ 2 കളറായിട്ട് വരും. ഇവിടെ നീഡിൽ കുത്തിത്താർത്ത് ഇങ്ങനെയാണ് സ്റ്റിച്ച് വരുന്നത്. ഡബിൾ റണ്ണിങ് സ്റ്റിച്ച് അല്ലെങ്കിൽ ഗവന്തി സ്റ്റിച്ച്. ഗവന്തി സ്റ്റിച്ച് നമ്മളിങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈനൊക്കെ തയ്ക്കാനായിട്ടാണ് ഈ സ്റ്റിച്ച് കൂടുതൽ ഉപയോഗിക്കുന്നത്. അടുത്തത് നമുക്ക് മുർഗി സ്റ്റിച്ചാണ്. അത് സിക്സാഗായിട്ട് വരുന്ന റണ്ണിങ് സ്റ്റിച്ചാണ്. അത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് നീഡിൽ നമുക്കിവിടെ ഇങ്ങനെ കുത്തിയെടുക്കാം. എന്നിട്ട് താഴേക്ക് തൊട്ട് താഴെയുള്ള കോളത്തിൽ നിന്നും ഇങ്ങനെയാണ് റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുന്നത്. സിക്സാഗായിട്ടാണ് റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് അതിൻ്റെ ഒരു ഡയറക്ഷനിലുള്ള ത്രെഡ് മാത്രമാണ് ആദ്യം പോകുന്നത്. പിന്നീട് അടുത്ത തിരിച്ചിങ്ങോട്ട് തയ്ച്ച് വരുമ്പോഴാണ് ഇങ്ങേ വശം തയ്ക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മളിങ്ങനെ ഒരു വശം മാത്രം കംപ്ലീറ്റ് ചെയ്ത് ഇങ്ങനെ തയ്ച്ചു പോകും. ഇങ്ങനെ
നമുക്ക് തിരിച്ചിങ്ങോട്ട് തയ്ക്കാനായിട്ട് അടുത്ത ഷെയ്ഡ് എടുക്കുന്നത് ഇവിടെ കുത്തിയെടുത്തു. ഇങ്ങനെ ഇനി ഇങ്ങോട്ട് കുത്തി ഇതിങ്ങനെ സിക്സാഗായിട്ടാണ് അതിൻ്റെ റണ്ണിങ് പോകുന്നത്. ഈ സ്റ്റിച്ചും തയ്ച്ച് കഴിയുമ്പം ഫ്രണ്ടും ബാക്കും ഒരുപോലെയാണ് തയ്ച്ച് കഴിയുമ്പോൾ വരുന്നത്. സ്റ്റിച്ച് രണ്ട് വശവും ഇതുപോലെ സിക്സാഗായിട്ടായിരിക്കും ഇരിക്കുന്നത്. ഇനിയിപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് ഷെയ്ഡ് എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ആ സെയിം ത്രെഡ് തന്നെ ഇങ്ങോട്ട് തിരിഞ്ഞ് വന്നാൽ മതി. ഇതാണ് മുറുകി സ്റ്റിച്ച് അല്ലെങ്കിൽ സിക്സാഗ് റാണി സ്റ്റിച്ച്. കസൂത്തിയിൽ നമ്മൾ മിക്ക ഡിസൈനിലും തന്നെ ഉപയോഗിക്കുന്നതാണ് ഈ സ്റ്റിച്ച്. അടുത്ത സ്റ്റിച്ചാണ് മെന്തി സ്റ്റിച്ച്, അതായത് ക്രോസ് സ്റ്റിച്ച്. നമ്മൾ സാധാരണ ക്രോസ് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെയാണ്. നീഡിൽ കുത്തി മുകളിലേക്ക് എടുത്തു, എന്നിട്ട് ഇതുപോലെ ക്രോസ് ആയിട്ട് കുത്തിയെടുക്കുക. ഇങ്ങനെ കുത്തി താഴേക്ക് കുത്തിയിട്ട് അതിൻ്റെ നേരെ മുകളിൽ ഇങ്ങനെ ക്രോസ് ആയിട്ട് വന്നിട്ട് അതിൻ്റെ മുകളിലത്തേക്ക് ഇങ്ങനെ നേരെ കുത്തിയെടുത്താൽ മതി. ഒരു വശത്തേക്കുള്ള ആദ്യം തയ്ച്ചിട്ട് തിരിച്ച് ഇങ്ങോട്ട് വരുമ്പം ആ ക്രോസ് കംപ്ലീറ്റ് ചെയ്യും. ഒരേ ഷെയ്ഡ് വെച്ച് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഡബിൾ ഷെയ്ഡ് ഇട്ടും ചെയ്യാം. തിരിച്ച് ഇങ്ങോട്ടുള്ള സ്റ്റിച്ച് ചെയ്യാം. ഞാൻ വേറൊരു ഷെയ്ഡ് തന്നെ എടുത്തിരിക്കുന്നത്, സെയിം ഷെയ്ഡ് വെച്ച് വേണമെങ്കിലും ചെയ്യാം. തിരിച്ച് ഇങ്ങോട്ട് ഇങ്ങനെ ഇതുപോലെ കുത്തിയെടുക്കുക. അടുത്ത സ്റ്റിച്ച് നെഗി സ്റ്റിച്ചാണ്. ഡാണിങ് സ്റ്റിച്ച് അല്ലെങ്കിൽ വീവിങ് സ്റ്റിച്ച് എന്ന് പറയും. അത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ നീഡിൽ കുത്തി മുകളിലേക്ക് എടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ഇതിപ്പോൾ ഞാനൊരു ട്രയാങ്കിൾ ഷേപ്പിൽ തയ്ക്കുന്നതേ ഉള്ളൂ. സ്ക്വയർ ഫില്ല് ചെയ്യാനോ അല്ലെ ഡിസൈനുകളുടെ കംപ്ലീറ്റ് ഡിസൈൻ ഫുള്ള് ഫില്ല് ചെയ്യാനും ഈ സ്റ്റിച്ച് ഉപയോഗിക്കാറുണ്ട്. ഇതിന് ഞാൻ രണ്ട് ബോക്സുകൾ ഒരുമിച്ചാണ് കുത്തിയെടുക്കുന്നത്. അതായത് ഈ 1, 2 കള്ളികൾ എടുത്തിട്ട് അവിടെ കുത്തി താഴേക്ക് താത്തി എന്നിട്ട് അതിൻ്റെ തൊട്ട് താഴെ അതിൻ്റെ സെൻറ്ററിലുള്ള ഹോളിലാണ് എടുക്കുന്നത്. ഇതാ ഇവിടെ ഇങ്ങനെ ഇനി വീണ്ടും ഇവിടുന്ന് ഇങ്ങോട്ട് 2 കോളം എണ്ണുക. അവിടുന്ന് സെൻറ്ററിൽ മാറ്റി ക്ലോത്ത് അല്ലെങ്കിൽ നമ്മൾ എവിടെ കുത്തുന്നോ അതിൻ്റെ സെൻറ്ററിലാണ് താഴേക്ക് കുത്തേണ്ടത്. ഇവിടെ നിന്നും ഇങ്ങോട്ട് ഇങ്ങനെ കുത്തിയെടുത്താൽ മതി. അപ്പോൾ നമുക്കിങ്ങനെ ചെരിഞ്ഞുള്ള ലൈൻസ് കിട്ടും. ഇങ്ങനെ ഇത് വെച്ചിട്ട് നമുക്ക് ബോർഡർ ഡിസൈനൊക്കെ ഉണ്ടാക്കാൻ നല്ലതാണ്. നമുക്ക് എത്ര വലുതായിട്ട് വേണോ അത്രയും എണ്ണം നമുക്ക് തയ്ച്ചെടുക്കണം. ഞാനിവിടെ ഒരെണ്ണം കൂടെ തയ്ക്കുകയാണ്. കുറച്ചുകൂടെ വലുതായിട്ട് തയ്ക്കാം. ഇതിനെക്കാട്ടി കുറച്ചുകൂടെ വലുതായിട്ടാണ് ഇവിടെ തയ്ക്കുന്നത്. ഇനി ഇവിടെ കുത്തി
എന്നിട്ട് ഇനി ഇനി ഇങ്ങോട്ടാണ് പോകേണ്ടത്. 6 ആയിട്ടാണ് ഈ ലൈൻ ഞാനിപ്പോൾ തയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനി ഇവിടെ കുത്തിയിട്ട് ഇനി എടുക്കേണ്ടത് അതിൻ്റെ സെൻറ്ററിൽ, ഈ ലൈനിൻ്റെ സെൻറ്ററിലുള്ള ഹോള്, അതായത് ഇവിടെ ഇങ്ങനെ. ഇനി വീണ്ടും 2 ബോക്സ് എടുത്തിട്ട് ഇവിടെ നിന്നും അതിൻ്റെ സെൻറ്ററിലേക്ക് മുകളിലേക്കാണ് പോകുന്നത്. ഇങ്ങനെ ഇവിടെ നിന്നും ഇങ്ങോട്ട്. ഇനി വീണ്ടും നമുക്കിങ്ങനെ ഇങ്ങോട്ട് പോകണമെങ്കിൽ നമുക്കിവിടെ കുത്തി താഴേക്ക് ഇറക്കാം. എന്നിട്ടിനി മുകളിലേക്ക് എടുക്കുന്നത് ഇതിൻ്റെ ഈ ലൈനിൻ്റെ സെൻറ്ററിൽ താഴെയുള്ള ഹോളിൽ, ഈ ലൈനിൻ്റെ സെൻറ്ററിൽ താഴെ ഇവിടെ ഒന്ന് ഇങ്ങോട്ട്. ഇനി ഇങ്ങോട്ട് ഇങ്ങനെ. ഇത് നമുക്ക് അടുത്ത ലെയർ തയ്ക്കാനായിട്ട് ഇവിടെ നിന്നാണ് കുത്തിയെടുക്കേണ്ടത്. ഈ സ്റ്റിച്ച് അവസാനിച്ചിരിക്കുന്ന ഈ സെയിം പോയിന്റിൽ നിന്ന് തന്നെ ഇവിടെ കുത്തി, എന്നിട്ടിനി നേരത്തെ ചെയ്ത പോലെ തന്നെ 2 കള്ളി വിട്ടിട്ട് ഇവിടെ നിന്നും ഇതിൻ്റെ സെൻറ്ററിലേക്ക് ഈ പോയിന്റ്, ഈ സ്റ്റിച്ച് അവസാനിക്കുന്ന ഈ പോയിന്റിലേക്ക് തന്നെ ഇങ്ങനെ. വീണ്ടും ഇവിടുന്ന് ഇങ്ങോട്ട്. ഇനി ഇങ്ങോട്ട് പോകാനായിട്ട് ഇവിടെ കുത്തിയിട്ട് ഇവിടേക്ക്, ഈ സ്റ്റിച്ചിൻ്റെ സെൻറ്ററിൽ ഇവിടെയാണ് കുത്തിയെടുക്കുന്നത്. വീണ്ടും തിരിച്ചിങ്ങോട്ട് ഇങ്ങനെ. ഇങ്ങനെ ഇവിടെ കുത്തിയെടുത്തു. ഇങ്ങനെ ഇത് മുഴുവൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഞാൻ അടുത്ത ലെയറിന് നമ്മളിവിടെ കുത്തിയെടുത്തു, തിരിച്ചിങ്ങോട്ട് തയ്ക്കും ഇങ്ങനെ. ബോർഡറൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ അവസാനിപ്പിക്കാം, അല്ലെങ്കിൽ ഇത് അടുത്ത ഒരു ഓറഞ്ചും കൂടെ ചെയ്ത് ഫില്ല് ചെയ്യാം. ഇതുപോലെ ഫില്ല് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതിങ്ങനെ നിർത്തുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കസൂത്തി എംബ്രോയിഡറിയുടെ 4 സ്റ്റിച്ചുകളാണ് നോക്കിയത്. ഇനി അടുത്തൊരു വീഡിയോയിൽ സാധാ തുണിയിൽ എങ്ങനെയാണ് കസൂത്തി വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്